Good morning to all. Today we are going to deal with the organization's career planning process or method. നമ്മളിൽ ഫസ്റ്റ് പോയിന്റ് പഠിക്കാൻ പോകുന്നത് അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എംപ്ലോയീസിൻ്റെ നീഡ്സും അവരുടെ ആസ്പിരേഷൻസും ഒക്കെ നമ്മൾ അസസ് ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. The first step in career planning process of an organization is to make an assessment of employees' needs and aspirations. It is necessary to learn about interest, values, attitude, abilities, and personality of employees before making career planning. കരിയർ പ്ലാനിങ് നടത്തുന്നതിനേക്കാളും മുമ്പ് ഓരോ എംപ്ലോയീസിൻ്റെയും ഇൻട്രസ്റ്റ് എന്താണ്, വാല്യൂസ് എന്താണ്, ആപ്റ്റിറ്റ്യൂഡ്, എബിലിറ്റി, പേഴ്സണാലിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കണം. To a large degree, maximum success of career planning depend upon how much management make an inventory by evaluating employee skill, ability and interest. അപ്പം നമ്മളുടെ കരിയർ പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ അസസ് ചെയ്യുക. അവരുടെ നീഡ്സ് എന്താണ്, അവരുടെ ആസ്പിരേഷൻസ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ സ്റ്റഡി ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് പോയിന്റിൽ അനലൈസിങ് കരിയർ ഓപ്ഷൻസ്. സെക്കൻഡ് പോയിന്റിൽ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഗ്രേറ്റർ ഡെപ്ത്. അതായത് ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽസിന് ഫിനാൻസിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അയാളെ ആ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അയാളെ തിരിച്ചുവിടുക. മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിങ്ങിലേക്ക് തിരിച്ചുവിടുക. അങ്ങനെ കരിയർ ഓപ്ഷൻസിനെ കുറിച്ച് അനലൈസ് ചെയ്യാം. This step allows investigating the career opportunities in greater depth. It is necessary to analyze career demands in terms of knowledge, skill, aptitude and experience. ഇതിൻ്റെയൊക്കെ ബേസിൽ കരിയർ ഡിമാൻഡ്സിനെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുക. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ്, അനലൈസിങ് ദ കരിയർ ഓപ്ഷൻസ്. തേർഡ് പോയിന്റ്, ഫീഡ്ബാക്ക് മീറ്റിംഗ് വിത്ത് എംപ്ലോയീസ്. ഇതാണ് ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ബിക്കോസ് എംപ്ലോയീസ് ഡെവലപ്മെൻറ്റ് ഓൺലി ബിഗിൻസ് വൺസ് എ സ്റ്റാഫ് മെമ്പർ ഹാഡ് ആക്സെപ്റ്റഡ് ദെയർ അസസ്ഡ് ഡെവലപ്മെൻറ്റൽ നീഡ്സ് ആൻഡ് ഈസ് കമ്മിറ്റഡ് ടു ഇംപ്രൂവ്മെൻറ്റ്. അതായത് ഒരു എംപ്ലോയി അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് സ്വയം പറയുമ്പോഴാണ് നമുക്കതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത്. രണ്ടും ഒരേ രീതിയിൽ പോകണം. ദർ ഷുഡ് നോട്ട് ബി എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ വർക്കേഴ്സ് വിത്ത് ദാറ്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾ. ഓർഗനൈസേഷൻ ഗോളും ഇൻഡിവിജ്വൽ വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല. ഫോർത്ത് പോയിന്റ്, ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്. എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ? സ്ട്രാറ്റജീസ് ആർ ദോസ് കോൺക്രീറ്റ് ഐറ്റംസ് ദാറ്റ് ലീഡ് ദ ഓർഗനൈസേഷൻ ടു അക്വയർ സ്പെസിഫിക് ഗോൾസ്. സ്പെസിഫിക് ഗോൾസ് അറ്റൈൻ ചെയ്യാനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഐറ്റംസിനെയാണ് നമ്മൾ സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഈ സ്ട്രാറ്റജീസ് അറ്റൈൻ ചെയ്യാനായിട്ട് ദിസ് മീൻസ് ദേ നീഡ് ടു അറ്റൻഡ് ട്രെയിനിങ്സ്, അതുപോലെ വർക്ക്ഷോപ്സ്, സ്പെഷ്യൽ അസൈൻമെൻറ്റ് ആൻഡ് അപ്പോയിൻമെൻറ്റേഴ്സ് ഓർ കോപ്പറേറ്റീവ് കോച്ചസിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സ്ട്രാറ്റജീസിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഫിഫ്ത്ത് പോയിന്റ്, മെഷറിംഗ് ആൻഡ് മോണിറ്റൈസിങ് പ്രോഗ്രസ് ആൻഡ് സക്സസ്. നമ്മുടെ ഈ സ്റ്റെപ്പിൽ നമ്മുടെ സക്സസ്സിൻ്റെ മോണിറ്റൈസിങ് ആണ് നടക്കുന്നത്, മെഷറിങ് ഒക്കെയാണ് നടക്കുന്നത്. ഫിഫ്ത്ത് പോയിന്റിൽ പറയുന്നത് ഇതാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ്, കരിയർ പ്ലാനിങ്ങിലെ ലാസ്റ്റ് സ്റ്റെപ്പ്. മാനേജ്മെൻറ്റ് ഹാസ് ടു കണ്ടക്ട് എ പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് കരിയർ പ്ലാൻസ് ഇൻ ദ ഓപ്പറേഷൻ. കരിയർ പ്ലാനിങ്സിനെ കുറിച്ച് ഒരു പീരിയോഡിക്കൽ റിവ്യൂ നടത്തുക. എങ്ങനെയുണ്ട് ആ പ്രോഗ്രാം, കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് ഈ റിവ്യൂ എടുക്കുക. Such a review is much useful to know whether the human resource of the organization has been utilized in an effective manner, satisfy individuals and operating goals. ഇത് അറ്റൈൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പായ മെഷറിംഗ് ആൻഡ് മോണിറ്ററൈസിങ് പ്രോഗ്രസ് ആൻഡ് സക്സസ് നടത്തുന്നത്. നെക്സ്റ്റ്, ബെനിഫിറ്റ് ഓർ യൂസസ് ഓഫ് കരിയർ പ്ലാനിങ്. ഈ ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ഓർഗനൈസേഷനും ബെനിഫിറ്റാണ്, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനും. ഈ കരിയർ പ്ലാനിങ് വഴി രണ്ടുപേർക്കും, ഇൻഡിവിജ്വൽസിനും ഓർഗനൈസേഷനും ബെനിഫിറ്റാണ്. അപ്പോൾ നമുക്ക് എ വെൽ ഡിസൈൻഡ് കരിയർ പ്രോഗ്രാം പ്രൊവൈഡ് ദ ഫോളോയിങ് ബെനിഫിറ്റ്.
ഫസ്റ്റ് പോയിന്റ്, കരിയർ പ്ലാനിങ് ഹെൽപ്പ് എംപ്ലോയീസ് ടു നോ വേരിയസ് കരിയർ ഓപ്ഷൻസ് അവൈലബിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഇപ്പോൾ പുതിയൊരു എംപ്ലോയി ഓർഗനൈസേഷനിൽ വരുമ്പോൾ തന്നെ അയാൾക്ക് അറിയാൻ പറ്റും ആ ഓർഗനൈസേഷനിൽ എന്തോരം ഡെവലപ്മെൻറ്റ് പോസിബിൾ ആണെന്ന്. They can design suitable career development programs considering their knowledge, skill, ability and attitude. അതിൻ്റെയൊക്കെ ബേസിൽ അവർ കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്യും. Second point, employees are confident and skilled at managing their careers and taking responsibility for them. എംപ്ലോയീസ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും ആൻഡ് സ്കിൽഡ് അറ്റ് മാനേജിങ് ദെയർ കരിയേഴ്സ്. അവരുടെ കരിയർ മാനേജ് ചെയ്യാനായിട്ടും അവർ കോൺഫിഡൻ്റ് ആയിരിക്കും. കരിയർ പ്ലാനിങ് ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു റീറ്റെയിൻ ദ ബെസ്റ്റ് ടാലൻറ്റ് എംപ്ലോയീസ്. അതായത് കരിയർ പ്ലാനിങ് നടത്തുന്നത് വഴി ടാലൻറ്റഡ് എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഓർഗനൈസേഷന് സാധിക്കും. മാക്സിമം സക്സസ് ഇൻ ചൂസിങ് എ സാറ്റിസ്ഫൈങ് ആൻഡ് ലാസ്റ്റിംഗ് career will depend on how well employees make self-inventory by evaluating their skill, ability and interest. Maximum success is satisfying and lasting career will depend on how well employees make a self-inventory by evaluating their skills, abilities and interest. അവർ സ്വയം വിലയിരുത്തുമ്പോഴാണ് മാക്സിമം സക്സസ് ഉണ്ടാവുക. The whole productivity of an organization increase because job assignments are strictly made on the basis of ability. എബിലിറ്റിയുടെയും ഇൻട്രസ്റ്റിൻ്റെയും ബേസിലാണ് ജോബ് അസൈൻ ചെയ്യുക. അതുകൊണ്ട് തന്നെ whole productivity of the organization increase. ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും. അതും നമ്മളുടെ ഓർഗനൈസേഷന് ബെനിഫിറ്റാണ്. മോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ മാനേജർ ആൻഡ് എംപ്ലോയി. മാനേജറും എംപ്ലോയിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ചെയ്യും. ആസ് എ പാർട്ട് ഓഫ് കരിയർ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് കരിയർ പ്ലാനിങ് ഓൾസോ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അട്രാക്ട് ബെസ്റ്റ് എംപ്ലോയീസ്. ഒരു കമ്പനിയിലേക്ക് ഏറ്റവും നല്ല എംപ്ലോയീസിനെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, കരിയർ പ്ലാനിങ് പ്രോഗ്രാം വിൽ ബി യൂസ്ഡ് ആസ് എ ഗൈഡ് ഫോർ മാൻ പവർ ഫോർകാസ്റ്റിംഗ്. മാൻ പവർ ഫോർകാസ്റ്റിങ്ങിനും ഈ കരിയർ പ്ലാനിങ് ഏറ്റവും ഗുഡായിട്ടുള്ളൊരു മെഷറാണ്. കരിയർ പ്ലാനിങ് ഓൾസോ ഹെൽപ്പ് ഓർഗനൈസേഷൻ ടു ഗ്രോ. ഓർഗനൈസേഷൻ്റെ വളരാനായിട്ടും ഈ കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. മാനേജേഴ്സ് ബെനിഫിറ്റ് ത്രൂ ഗ്രേറ്റർ അവയർനെസ് ഓഫ് എംപ്ലോയീസ് കരിയർ ആസ്പിറേഷൻ, എയ്ഡിങ് ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ ടാലൻറ്റ്. നിലവിലുള്ള ടാലൻറ്റിനെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ഈ കരിയർ പ്ലാനിങ് വഴി പോസിബിളാണ്. ഇപ്പം നമ്മൾ പഠിച്ചത് ഓർഗനൈസേഷന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെനിഫിറ്റ് ടു ഇൻഡിവിജ്വൽ. ആ കരിയർ പ്ലാനിങ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻഡിവിജ്വൽസിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്നാണ്. കരിയർ പ്ലാനിങ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ടു ഫൈൻഡ് ഹിസ് ഓൺ ടാലൻറ്റ്, നീഡ്സ് ആൻഡ് മോട്ടീവ്സ് റിലേറ്റഡ് ടു ഹിസ് ജോബ്. ഒരു ജോബിൻ്റെ അയാളുടെ ഇൻട്രസ്റ്റ് എന്തുകൊണ്ട്, അയാൾക്ക് അതിൽ എത്ര ടാലൻറ്റഡ് ഉണ്ട്, അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്പ് ടു ക്രിയേറ്റ് എ സെൻസ് ഓഫ് ബിലോങ്ങിനെസ് ഇൻ ദ മൈൻഡ് ഓഫ് എംപ്ലോയി. ഒരു എംപ്ലോയീസിൻ്റെ മൈൻഡിൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിനെസ് അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കരിയർ പ്ലാനിങ് വഴി പോസിബിളാണ്. തേർഡ് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ് ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി ഫോർ ചേഞ്ച് ഇൻ ദ വർക്കിംഗ് എൻവയോൺമെൻറ്റ്. വർക്കിംഗ് എൻവയോൺമെൻറ്റിൽ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാനായിട്ട് ഈ കരിയർ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ടു അച്ചീവ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. നമുക്ക് ഈ കരിയർ പ്ലാനിങ് പ്രോപ്പറായിട്ട് നടത്തുന്നത് വഴി നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് പോയിന്റ്, ഇറ്റ് ലീഡ്സ് ടു ഒപ്റ്റിമം പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഒപ്റ്റിമം നല്ല രീതിയിലുള്ള പേഴ്സണൽ ഡെവലപ്മെൻറ്റും ഈ കരിയർ പ്ലാനിങ് വഴി നമുക്ക് പോസിബിളാണ്. നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻ ഓഫ് കരിയർ പ്ലാനിങ്. എന്തൊക്കെയാണ് കരിയർ പ്ലാനിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വരുന്ന ലിമിറ്റേഷൻസ്? ഫസ്റ്റ് പോയിന്റ് പറയുന്നത് കരിയർ പ്ലാനിങ് ഈസ് നോട്ട് ആൻ ഇഫക്റ്റീവ് മെത്തേഡ് ഓഫ് ഇംപ്രൂവിങ് ദ കരിയർ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഓർഡിനറി വർക്കേഴ്സ്. കുറേ ഓർഡിനറി വർക്കേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് ഈ കരിയർ പ്ലാനിങ് ഇഫക്റ്റീവ് മെത്തേഡ് അല്ല. Second point, systematic career planning is impossible in organization because of പൊളിറ്റിക്കലും അതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് കരിയർ പ്ലാനിങ് സിസ്റ്റമാറ്റിക്കലായിട്ട് നടത്താൻ ബുദ്ധിമുട്ടുണ്ട്.
Third point, many organizations run by business families are not much interested in the career development of their employees. അതായത് ഓർഗനൈസേഷൻ ഒന്നും എംപ്ലോയീസിൻ്റെ കരിയർ ഡെവലപ്മെൻറ്റിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എപ്പോഴും നമുക്കറിയാമല്ലോ ഓർഗനൈസേഷൻ എന്തിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരുടെ പ്രോഫിറ്റും അവരുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ, അല്ലാണ്ട് എംപ്ലോയീസിൻ്റെ ഡെവലപ്മെൻറ്റിന് അവർ അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. Many factors such as government policy, public sector development, growth of background, etc. influence the operation of business organization. അതും ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫംഗ്ഷനെ ബാധിക്കും. അതും കരിയർ പ്ലാനിങ്ങിനെയും കൂടി അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, കരിയർ പ്ലാനിങ് ഈസ് നോട്ട് ഇഫക്റ്റീവ് ഇൻ സ്മോൾ ഓർഗനൈസേഷൻ വെയർ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് ആർ ലെസ്. അതായത് കുറച്ച് എംപ്ലോയീസ് ഉള്ള ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ കരിയർ പ്ലാനിങ് ഇഫക്റ്റീവ് അല്ല. കാരണം എന്താ, അവിടെ കൂടുതൽ വാക്കൻസികൾ ഉണ്ടാവില്ല, അവർക്ക് പ്രൊമോഷനുള്ള സാധ്യതകളും അങ്ങനത്തെ എല്ലാം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് എംപ്ലോയീസ് ഉള്ളവർക്ക് കരിയർ പ്ലാനിങ് ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ്, ലാക്ക് ഓഫ് ആൻ ഇൻറ്റിഗ്രേറ്റഡ് പേഴ്സണൽ പോളിസി. ഇൻറ്റിഗ്രേറ്റഡ് പേഴ്സണൽ പോളിസിയുടെ അഭാവം, അതുപോലെ റേഷണൽ വേജ് സ്ട്രക്ചർ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്യൂട്ടബിൾ പേഴ്സൺ ഫോർ കാരിങ്, ഡിഫിക്കൽറ്റി ഇൻ ഫോർകാസ്റ്റിംഗ് കരിയർ ഓപ്പർച്യൂണിറ്റി ആർ സം അതർ പ്രോബ്ലംസ് ദാറ്റ് ഹിൻഡേഴ്സ് കരിയർ പ്ലാനിങ്. ഈ ഇപ്പോൾ പറഞ്ഞത് ലാക്ക് ഓഫ് ഇൻറ്റിഗ്രേറ്റഡ് പേഴ്സണൽ പോളിസിയും റേഷണൽ വേജ് സ്ട്രക്ചർ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സ്യൂട്ടബിൾ പേഴ്സൺസ്, ഇതെല്ലാം കരിയർ പ്ലാനിങ് സക്സസ്ഫുള്ളായിട്ട് നടത്താനായിട്ട് വരുന്ന ലിമിറ്റേഷൻസ് ആണ്. അപ്പം ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പ്രോസസ് ഓഫ് കരിയർ പ്ലാനിങ് പഠിച്ചു, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഓർഗനൈസേഷനുള്ളത് പഠിച്ചു, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഒരു കമ്പനിയിൽ കരിയർ പ്ലാനിങ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ വരുന്ന ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കരിയർ ഡെവലപ്മെൻറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. അപ്പം നമുക്ക് നാളത്തെ ക്ലാസ്സിൽ കരിയർ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.